ചേവായൂർ മോഷണ പരമ്പരയിൽ മോഷണം പോയ 38 പവൻ സ്വർണവും 3 ലക്ഷം രൂപയും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രതി അഖിലിന്റെ വീട്ടിൽ നിന്ന് 10 കുപ്പി വിദേശ മദ്യവും കണ്ടെത്തിയതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് 3 ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ നൽകും. കോഴിക്കോട് ചെറുതും വലുതുമായ 14 മോഷണങ്ങൾ ഒരു മാസത്തിനകം നടത്തിയിട്ടുണ്ടെന്നാണ് പ്രതി നൽകിയ മൊഴി. ഈ കേസുകളിലേക്കടക്കം അന്വേഷണം വ്യാപിപ്പിക്കും. മോഷണം പോയ 25 പവനും പണവും തേടിപ്പോയ ചേവായൂർ പോലീസ് ശരിക്കും ഞെട്ടി. പ്രതി അഖിലിന്റെ വീട്ടിൽ നിന്നും വാഹനത്തിൽ നിന്നും കണ്ടെത്തിയത് 38 പവൻ സ്വർണം കഴിഞ്ഞില്ല. 3 ലക്ഷം രൂപ, 10 കുപ്പി വിദേശ മദ്യം, ഒരു ഡിജിറ്റൽ ക്യാമറ, ആപ്പിൾ ഹെഡ്സെറ്റ്, ഫാൻ, മോഷണം നടത്തിയ പണം കൊണ്ട് വാങ്ങിയ ലാപ്ടോപ്പ്. സമീപകാലത്ത് പോലീസ് നടത്തിയ തൊണ്ടിമുതൽ കണ്ടെത്തലിൽ വലുത്. പറമ്പിൽ ബസാറിലെ വീട്ടിൽ വ്യാഴാഴ്ചയാണ് അഖിൽ മോഷണം നടത്തിയത്. 14ഓളം ചെറുതും വലുതുമായ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് മൊഴി നൽകിയിരുന്നു. ഇത് ചേവായൂർ, എലത്തൂർ, കാക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ്. കണ്ടെത്തിയ സാധനങ്ങളും സ്വർണവും എവിടെ നിന്നെല്ലാമാണ് മോഷ്ടിച്ചതെന്ന് ഇനി അറിയണം. അതിനായി അഖിലിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. 3 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. പൂജ അവധിക്ക് ശേഷമാകും കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുക. സാമ്പത്തിക പ്രതിസന്ധിയാണ് മോഷണത്തിലേക്ക് തിരിയാൻ കാരണമെന്നും അഖിൽ മൊഴി നൽകിയിരുന്നു. അതേസമയം ചേവരമ്പലത്തെ വീട്ടിൽ മോഷണം നടത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.